അച്ഛാ എന്താണ് ഈ നവരാത്രി? നവന്ന് പറഞ്ഞാൽ 9, നവരാത്രി എന്ന് പറഞ്ഞാലോ 9 രാത്രികള്. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഉത്സവ ഈ നവരാത്രി എന്ന് പറയുന്നത്. മനസ്സിലാവണ്ട? നവരാത്രിക്ക് കുറെ ദേവിമാർക്ക് പൂജ നടക്കണ്ടല്ലോ, അതെന്താ? സങ്കല്പത്തില് എല്ലാം ഒന്നാണെങ്കിലും പൂജാവിധികളുടെ കാര്യത്തില് വ്യത്യസ്തമാണ്. നവരാത്രിക്ക് ആദ്യത്തെ 3 ദിവസം ദേവിയെ പാർവതിയായും, പിന്നത്തെ 3 ദിവസം ലക്ഷ്മിയായും, പിന്നത്തെ 3 ദിവസം സരസ്വതി ദേവിയായിട്ടാണ് സങ്കല്പിച്ച് പൂജ നടക്കുന്നത്. മനസ്സിലാവണ്ട? നമുക്ക് മനസ്സിലാവണ്ട? മനസ്സിലായി. പുസ്തകം എന്നാ ചാച്ച പൂജ വെക്ക? ഈ നവരാത്രിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഈ അവസാനത്തെ 3 ദിവസം. സരസ്വതി ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് അതൊക്കെ. അതിനെയാണ് നമ്മൾ ദുർഗാഷ്ടമി, മഹാനവമി, വിദ്യാരംഭം എന്നൊക്കെ പറയുന്നത്. ആ ദിവസങ്ങളിലൊക്കെയാണ് ഈ പൂജ വെപ്പ്, ആയുധ പൂജ, വിദ്യാരംഭം എന്നൊക്കെ പറയുന്നത്. എഴുത്തിനിരുത്തൊക്കെ ഇല്ലേ, അതൊക്കെ ആ ദിവസങ്ങളിലാണ്. മനസ്സിലാവുണ്ടോ മോനെ? പുസ്തകം എടുത്തു വെക്കട്ടെ. ആ, ഇന്ന് എന്റെ മക്കളെ എല്ലാ പുസ്തകങ്ങളും ഒക്കെ തയ്യാറാക്കി വെച്ചോട്ടാ. ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോയിട്ടേ ഇന്ന് പൂജയ്ക്ക് വെക്കാം കേട്ടാ. ചെല്ല് ചെല്ല് ചെല്ല്.